അപ്പോൾ നിങ്ങളെ ഞങ്ങൾ ഇതാ നിലമ്പൂരിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അവിടെ നമ്മുടെ ന്യൂസ് ഡയറക്ടേഴ്സായ ഇ സനീഷും എം ഹർഷനും നിലമ്പൂരിലുണ്ട് തത്സമയം. ഹർഷൻ, സനീഷ്, ഗുഡ് മോർണിംഗ്. നിലമ്പൂർ അങ്ങനെ ഉപതിരഞ്ഞെടുപ്പിന്റെ വലിയ പ്രചരണ കാലമൊക്കെ അവസാനിപ്പിച്ച് കൊട്ടിക്കലാശത്തിന് തൊട്ട് മുൻപുള്ള സമയത്ത് നിൽക്കുകയാണ്. എല്ലാ മുന്നണികളും കടുത്ത പ്രചരണത്തിനും വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലൊക്കെ ആയിരിക്കും. UDFും BJPയും LDFും ഒക്കെ ഇന്ന് കലാശക്കൊട്ട് കൊഴുപ്പിക്കുമ്പോൾ ഇതിനൊക്കെ കാരണക്കാരനായ PV അൻവർ മാറി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് അവസാനവട്ടം നിലമ്പൂരിൽ നിന്നും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്? സേതു, തുടർച്ചയായിട്ടുള്ള മഴയാണ്. മഴയ്ക്കൊരു ശമനമേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആ കനത്ത മഴക്കിടയിലും പക്ഷേ അതിശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളാണ് ഇവിടെ. രണ്ട് മുന്നണികളെന്നാണ് സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പിൽ പറയാറ്. പക്ഷേ രണ്ട് മുന്നണികളല്ല, മത്സരിക്കുന്ന മുഴുവൻ ആളുകളും അതിശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളിലായിരുന്നു. ഇവിടെ മൂന്നും പേര് അതിശക്തമായിട്ട് പരസ്പരം മത്സരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. BJPയും ശക്തമായി തന്നെയും രംഗത്തുണ്ട്. ഇന്നിപ്പോൾ ഈ പ്രചാരണ കോലാഹലങ്ങളുടെ ദിവസങ്ങളിൽ നിന്ന് അവസാനിക്കുകയാണ്. നേരത്തെ സേതു തന്നെ പറഞ്ഞതുപോലെ കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒരു 2-2:30 ആകുമ്പോഴേക്ക് ഈ നിലമ്പൂർ ടൗൺ ആകെപ്പാടെ നിറയാനാണ് സാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴയ്ക്ക് ശമനമേ ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി മുഴുവൻ നിന്ന് പെയ്യുകയായിരുന്നു. ഇന്നലെ പകലാണെങ്കിലും അതെ, കുറച്ച് നേരം ഇതുപോലെ ഒരല്പം മഴയ്ക്ക് ശമനം ഉണ്ടാകുന്നെന്ന് തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നീട് അതിശക്തമായിട്ട് കൂടുതൽ മഴ കനത്ത് പെയ്യുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ മഴയ്ക്കൊന്നും തണുപ്പിക്കാനാകാത്ത വിധമാണ് ഈ പറയുന്ന പ്രചാരണ പരിപാടികളൊക്കെ ഇത്രയും ദിവസവും നടന്നത്. ഈ കൊട്ടിക്കലാശത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതല്ലാതെ മറ്റൊന്നുമല്ല. കൊട്ടിക്കലാശത്തിൽ നിന്ന് PV അൻവർ പിൻവാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം കുട്ടിക്കലാശത്തിലില്ല. ഞാൻ ആ സമയവും കൂടി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിച്ചോളാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റു രണ്ടുപേരും ആര്യാടൻ ഷൗക്കത്തും സ്വരാജും അദ്ദേഹത്തിൻ്റെ അവരുടെ രണ്ടുപേരുടെയും പ്രവർത്തകരും അണികളും നേതാക്കളും എല്ലാം തന്നെ കുട്ടിക്കലാശത്തിൽ ഏർപ്പെടും. അങ്ങേറ്റം ശക്തമായിട്ടാണ്. രണ്ടുപേർക്കും വിജയപ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ അതിശക്തമായിട്ടുള്ള പരിപാടികളിലൂടെ തന്നെ മുന്നോട്ട് പോകാമെന്നാണ്, ഇന്നത്തെ ദിവസം കൂടെ മുന്നോട്ട് പോകാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അൻവർ കഴിഞ്ഞ ദിവസം വലിയ റാലി നടത്തിയിട്ട് വലിയ റോഡൊക്കെ മുഴുവൻ ബ്ലോക്കായിരുന്നു. നമ്മുടെ പൊളിറ്റിക്കൽ മാസ് നടത്താനുള്ള 2 അതിഥികൾക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം പോലും റോഡ് ബ്ലോക്ക് കൊണ്ടുണ്ടായി. പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ സവിശേഷതയാർന്ന ആ വ്യത്യസ്തത കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അദ്ദേഹം കൊട്ടിക്കലാശത്തിനില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് റോഡ് ബ്ലോക്ക് ഒന്നും ഉണ്ടാകുന്നത് ശരിയല്ല എന്നാണ്. വലിയ ആവേശത്തിലാണ് കാര്യങ്ങൾ, അല്ലേ ഹർഷൻ? എന്താണ് എന്ന് പ്രവചിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തീർച്ചയായും. അതിനകത്ത് ഇപ്പോൾ സനീഷ് അവസാനിപ്പിച്ചതിനോട് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സേതു, ഇവിടെ ഏറ്റവും ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്ന പ്രചാരണം നടക്കുന്നത് അൻവറിൻ്റെയാണ്. കാരണം വാഹനങ്ങളൊക്കെ, അപ്പോൾ നമ്മൾ ഈ അൻവറിൻ്റെ വാഹന പ്രചാരണം നടക്കുന്ന വാഹനങ്ങളുടെയൊക്കെ അടുത്തുകൂടി പോകുമ്പോൾ നമ്മുടെ വണ്ടിക്കുള്ളിൽ ഇങ്ങനെ ഇരുന്ന് കുലുങ്ങും. അത്ര ശബ്ദത്തിലാണ് പ്രചാരണം നടക്കുന്നത്. പക്ഷേ കൊട്ടിക്കലാശത്തിന് അപ്പോൾ ഗംഭീരമാക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അൻവർ കൊട്ടിക്കലാശത്തിന് പകരം ഈ വണ്ടികളൊക്കെ മണ്ഡലത്തിലുടനീളം വിട്ട് ഓടിക്കാനും അദ്ദേഹം വീടുകളിൽ വോട്ട് ചോദിച്ച് കയറാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത. ഞാൻ ആദ്യത്തെ തവണ ഇവിടെ വരുമ്പോൾ, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ആവേശത്തിൻ്റെ ഒരു സ്ഥിതിയെ ഉണ്ടായിരുന്നില്ല. പൊതുവെ ആളുകളൊക്കെ ഇത് ആവശ്യ തെരഞ്ഞെടുപ്പ് എന്ന മട്ടിലൊക്കെ വിട്ടു നിൽക്കുന്നു എന്നൊക്കെയുള്ള തോന്നലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ആളുകളോട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പോലുമുള്ള പ്രതികരണം ആദ്യഘട്ടത്തിൽ അങ്ങനെയായിരുന്നെങ്കിൽ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വീറും വാശിയുമുള്ള ഉപതെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന തരത്തിലേക്ക് നിലമ്പൂർ മണ്ഡലത്തിലെ പ്രചാരണ രംഗം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ചൂടേറിയ വിഷയങ്ങൾ വന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വിഷയം വരുന്നു. അത്തരം സ്വരാജ് വന്നപ്പോഴേക്കും ഇതിൻ്റെ ഒരു ഗിയറിലേക്ക് മാറി. പക്ഷേ ഈ വന്ന വിഷയങ്ങളുടെ ഒരു കൗതുകം ഉണ്ടല്ലോ, ആ വിഷയങ്ങൾ കൂടി കൊണ്ട് വീറോടെയും വാശിയോടെയുമാണ് നേതാക്കളെല്ലാം പ്രതികരിച്ചുകൊണ്ടിരുന്നത്. വളരെ അഗ്രസീവായി അവസാന ഘട്ടം വരെ നേതാക്കൾ ഓരോ ചോദ്യങ്ങളോടുമൊക്കെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രചാരണ രംഗത്ത് അത് പ്രകടമായിരുന്നു. ഇതിലേറ്റവും എടുത്തു പറയാവുന്നത് ഈ 2 മുന്നണികൾ, പ്രത്യേകിച്ച് ഇടതു മുന്നണിയും UDFും മണ്ഡലത്തിലുടനീളം നടത്തിയ കുടുംബയോഗങ്ങൾ ഇതിലേറ്റവും നിർണായകമാകുമെന്നാണ് കരുതുന്നത്. വലിയ പങ്കാളിത്തം ഇരു മുന്നണികളും നടത്തിയ കുടുംബയോഗങ്ങളിൽ ഉണ്ടായിരുന്നു. സാധാരണ UDF കഴിഞ്ഞ ഏതാനും ചില ഉപതെരഞ്ഞെടുപ്പുകളായാണ് ഈ കുടുംബയോഗങ്ങളിൽ ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ കുടുംബയോഗങ്ങളിൽ നല്ല ആളുണ്ടായിരുന്നു, തരക്കേടില്ലാത്ത. അതായത് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു വിജയം പ്രവചിക്കാവുന്ന സ്ഥിതിയിലേക്ക് തൽക്കാലം കാര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മണ്ഡലം എന്നത് സ്വാഭാവികമായും UDFന് ഒരു ഉള്ള മണ്ഡലമാണ്. അത് അൻവർ എന്നുള്ള ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം ഒന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞതാണ് ഇടതു മുന്നണിക്ക്. പക്ഷേ അൻവർ ഇപ്പോൾ മാറി നിൽക്കുന്നു. അൻവർ മാറി നിന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കുന്നു. പക്ഷേ മണ്ഡലത്തിൽ UDFന് ഒരു എഡ്ജുള്ള മണ്ഡലമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കാതെ പോകരുത്. അവിടെ സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി വന്നതുകൊണ്ടാണ് വലിയ മത്സരത്തിൻ്റെ ഒരു പ്രതീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അല്ലെങ്കിൽ ഞാൻ കരുതിയിരുന്നത് സനീഷ് UDF ഇവിടെ വളരെ പെട്ടെന്ന് വിജയിച്ചു വരുമെന്നാണ്. ഇപ്പോഴും വിജയസാധ്യതയില്ല എന്നല്ല, പ്രവചനാതീതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ നമ്മൾ ഈ ചുറ്റും നോക്കുമ്പോഴെങ്കിലും കൊണ്ട്
ചെന്ന് എത്തിച്ചിട്ടുണ്ട്. അതാണ് UDF വിജയിക്കാവുന്ന ഒരു മത്സരം. സാധാരണ ഇതിലിവിടെ പ്രാദേശികമായിട്ട് ഏതെങ്കിലും ഒരു CPM നേതാവായിരിക്കും മത്സരിക്കുക അപ്പുറത്ത് നിന്ന് എന്നാണ് കരുതിയിരുന്നത്. UDFന് വേണ്ടിയിട്ട് PV അൻവർ മത്സരിക്കും എന്നായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. അത് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയിട്ട് PV അൻവർ അടുത്തു അകലുന്നു എന്ന മട്ടിലായിട്ട് VD സതീശൻ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് PV അൻവർ മത്സരരംഗത്തേക്കില്ല, PV അൻവർ UDFിൻ്റെ ഭാഗത്തേക്കില്ല എന്നതും വ്യക്തമാകുന്നു. പക്ഷേ അവിടെ വരുന്ന ആര്യാടൻ ഷൗക്കത്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, ശക്തനായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് തന്നെ വിജയിച്ചേക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ, അല്ല അതിനു മുമ്പ് തന്നെയാണെങ്കിലും സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കപ്പെട്ടതോടെ തെരഞ്ഞെടുപ്പ് മറ്റൊരു ലെവലിലേക്ക് ഉയരുകയായിരുന്നു. പക്ഷേ PV അൻവർ ഇവിടേക്ക് വന്ന് മത്സരിക്കാൻ വരുന്നു. എന്നാലും അതൊരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് PV അൻവർ രാഷ്ട്രീയമായിട്ട് പ്രചാരണ വിഷയങ്ങളിലേക്ക് മാത്രം ഊന്നി നിൽക്കുക, അദ്ദേഹത്തിന് പറയാനുള്ള ഒരു വേദിയായിട്ട് ഇതിനെ ഉപയോഗിക്കുക എന്ന് മാത്രമാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ സംഭവം അങ്ങനെയല്ല. PV അൻവർ എത്ര വോട്ട് പിടിക്കുമെന്ന് LDFിലും UDF ക്യാമ്പിലും ആശങ്കയുണ്ട്. PV അൻവർ വിജയിക്കുമെന്നൊന്നും പറയാനിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ നിന്നത് പറഞ്ഞാൽ ഒരു പക്ഷേ പിശകായി പോകുമായിരിക്കും. പക്ഷേ PV അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നത് സംബന്ധിച്ച് നാട്ടുകാർക്കാണെങ്കിലും UDFിൻ്റെയും LDFിൻ്റെയും നേതാക്കൾക്കാണെങ്കിലും വലിയ ആശങ്കയും വലിയ കൗതുകമുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം.